നിങ്ങൾ ഓരോ രാവിലെയും ഉണരുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രോഗ്രാമിൽ നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മളിൽ 95% പേരും അറിയാതെ തന്നെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ വഴിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ആ ഒരു ശീലങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടാണോ നിങ്ങളിപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പലതരത്തിലുള്ള ആവർത്തനത്തിലൂടെ രൂപപ്പെട്ട നിങ്ങളുടെ ആ ഒരു ചിന്തകളും പെരുമാറ്റങ്ങളും നിങ്ങളുടെ വികാരങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ്. ഒരുപാട് തവണ ഒരു കാര്യം നമ്മൾ ആവർത്തിക്കുമ്പോൾ ശരീരം മനസ്സിനേക്കാൾ വേഗം അത് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് മോഡിലേക്കുമായി മാറുന്നു. നമ്മൾ രാവിലെ പലരും എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. കാരണം ആ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ആ ഒരു ഓർമ്മയിൽ, നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഓർമ്മയ്ക്കും ഓരോ വികാരങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. അതിനാൽ നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കഴിഞ്ഞ കാലത്തെ ആ ഒരു വികാരങ്ങളോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അനുഭവിക്കുന്നത്, അതാണ് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് ബീയിങ്, നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ നിങ്ങൾ. അതെല്ലാം കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയും അതേപോലെ തന്നെ ആവർത്തിക്കപ്പെടും. നിങ്ങൾ പഴയത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ. ഒരു ചേഞ്ചസും അതിൽ സംഭവിക്കുകയില്ല. നമ്മൾ സാധാരണ രാവിലെ എങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് ലൂപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ ഉണർന്ന ഉടനെ നമ്മൾ ഫോൺ എടുക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ന്യൂസ്, ഇതെല്ലാം നമ്മുടെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മളെ കണക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ സെയിം അതേ പതിവുകൾ നമ്മൾ തുടരുകയാണ്. അതേ വഴിയിലൂടെ ജോലിക്ക് പോകുന്നു, അതേ ജോലി തന്നെ ചെയ്യുന്നു, അതേ ആളുകളെ വീണ്ടും മീറ്റ് ചെയ്യുന്നു, ഒരേ തരത്തിലുള്ള വികാരങ്ങൾ. ഇത് നമ്മളുടെ ഒരു പ്രോഗ്രാമായിട്ട് മാറുകയാണ്. 35 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ 95% ജീവിതവും നമ്മുടെ ആ ഒരു ഓർമ്മപ്പെടുത്തിയ ശീലങ്ങളും വികാരങ്ങളും വിശ്വാസങ്ങളും നമ്മളുടെ ആ ഒരു സമീപനങ്ങളും എല്ലാം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പോലെ ആയിട്ട് മാറിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ബോധമുള്ള മനസ്സ് വെറും 5% മാത്രമാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നു. എനിക്ക് ആരോഗ്യവാനാവണം, ആരോഗ്യവതിയാവണം, എനിക്കൊരുപാട് സന്തോഷം വേണം, എനിക്കൊരുപാട് പണം സമ്പാദിക്കണം. പക്ഷേ നമ്മുടെ ശരീരം പഴയ പ്രോഗ്രാമിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിന് മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പലതരത്തിലുള്ള വിശകലനത്തിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഉള്ളിലൂടെ കടന്നുപോയി പലതരത്തിലുള്ള വിശകലനത്തിൽ കടന്നുപോയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ചേഞ്ചസിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്? ഈ പഴയൊരു ചിന്തകളെല്ലാം ഒരേ ലൂപ്പിൽ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറണമെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി അലാം സെറ്റ് ചെയ്തതിന് ശേഷം അതേ നമ്മൾ തന്നെ അത് സ്നൂസ് ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യുകയാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ഒരു 5% നിന്നുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാവി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ. നമ്മുടെ ധ്യാനം നമ്മുടെ ബ്രെയിൻ വേവ്സിനെ വളരെ മന്ദഗതിയിൽ, വളരെ സ്ലോവിലേക്ക് ആക്കുന്നു. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്കൊരു ആക്സസ് കിട്ടുന്നത് മെഡിറ്റേഷൻ വഴിയാണ്. നമ്മളതിലേക്ക് പ്രവർത്തിക്കുന്നു. അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ആളുകൾക്ക് എന്തുകൊണ്ടാണ് ചേഞ്ച് ആവാൻ സാധിക്കാത്തത്? നിങ്ങൾ പലരോടും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ പറ്റി പറയും. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഇതുവരെ മാറാൻ സാധിച്ചിട്ടില്ല. ആ അനുഭവത്തിലുണ്ടായ വികാരങ്ങൾ ഒരു എനർജി റഷാണ്. ആ ആളുകൾ ആ ഒരു എനർജി റഷിന് അടിമപ്പെട്ടു പോവുകയാണ്. എപ്പോഴെങ്കിലും മാറ്റങ്ങൾ വേണ്ട സമയത്ത് വീണ്ടും വീണ്ടും അതേ ആ ഒരു സംഭവങ്ങൾ ഓർക്കുന്നു. അവരുടെ ആ മസ്തിഷ്കം വീണ്ടും രാസപ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു. ശരീരം അതേ വികാരങ്ങൾ പിന്നെയും സ്വീകരിക്കുന്നു. നിങ്ങളുടെ ശരീരം ഒരു അവബോധമില്ലാത്തൊരു മനസ്സാണ്. നിങ്ങളുടെ ആ ഒരു അനുഭവം സൃഷ്ടിക്കുന്ന വികാരത്തിനും നിങ്ങൾ ചിന്തയിലൂടെ സൃഷ്ടിക്കുന്ന വികാരത്തിനും ശരീരത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ല. ശരീരം വിശ്വസിക്കുന്നത് ഞാനിപ്പോഴും കഴിഞ്ഞ അതേ അനുഭവത്തിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്.
ചിന്തകൾ എങ്ങനെയാണ് ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മുടെ ഫീലിങ്സുകൾ എങ്ങനെയാണ് ചിന്തകളെ ഉണ്ടാക്കിയെടുക്കുന്നത്? വികാരങ്ങളും ചിന്തകളും, ചിന്തകളും വികാരങ്ങളും ഇതൊരു എൻഡ്ലെസ് ആയിട്ടുള്ളൊരു ലൂപ്പാണ്. അതിനാൽ ഇത് മാറ്റത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മാറ്റങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ മുമ്പ് ചെയ്ത അതേ തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ഒരു പുതിയ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കും. കാരണം ശരീരത്തിന് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ താല്പര്യം. ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനാണ് എപ്പോഴും താല്പര്യം. ഭാവി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അത് സൃഷ്ടിക്കുക. അത് അറിയപ്പെടുന്നതിൽ നിന്നല്ല, അറിയപ്പെടാത്തതിൽ നിന്ന്. കണ്ണുകളടച്ച് റിഹേഴ്സൽ ചെയ്യുമ്പോൾ മസ്തിഷ്കം ഇമേജ് ചെയ്യുന്നതും യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ ബ്രെയിനിൽ പുതിയ ഹാർഡ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പിന്നെ അത് സോഫ്റ്റ്വെയറായി മാറുന്നു. പിന്നീട് അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയായി മാറുന്നു. നമ്മൾ വിജയിച്ച ശേഷം മാത്രമല്ല എംപവേർഡ് ആവേണ്ടത്. സമ്പത്ത് വന്ന ശേഷം മാത്രമല്ല അബണ്ടൻ്റ് ആകേണ്ടത്. ബന്ധം വന്ന ശേഷം മാത്രമല്ല നിങ്ങൾ ലൗഡ് ആകേണ്ടത്. നിങ്ങൾ എഫക്റ്റ് സൃഷ്ടിക്കുന്നതിലൂടെ ആ ഒരു കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ അബണ്ടൻ്റായി അനുഭവിക്കുന്ന നിമിഷം നിങ്ങളിലേക്ക് വെൽത്ത് വരുന്നു. നിങ്ങൾ എംപവേർഡായി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് സക്സസ് വന്നു ചേരുന്നു. നിങ്ങൾ ഹോൾ ആകുന്ന ആ ഒരു നിമിഷം ഹീലിംഗ് ആരംഭിക്കുന്നു. വിക്ടിമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെയാണ്, കാരണം ആ ഒരു സംഭവവും ആ ആളുകളും ഇത് കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നും മാറി ഒരു ക്രിയേറ്റർ മനോഭാവത്തിലേക്ക് മാറി എൻ്റെ ചിന്തയും വികാരങ്ങളും എൻ്റെ ജീവിതത്തെ മാറ്റുന്നു. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മാറി ചിന്തിക്കുക. നിങ്ങളിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ ആ ഒരു അതിനെ ആനുപാതികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുകയും നിങ്ങളുടെ ഉള്ളിൽ അതിനെ ആനുപാതികമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ കണ്ടീഷൻ ആകുകയും ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വികാരങ്ങളിലാണ് നിങ്ങളിൽ ഉണ്ടാകുന്നത്. ഇതൊരു വിഷ്യസ് ആയിട്ടുള്ളൊരു സൈക്കിളാണ്. ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾക്ക് ഭാവിയുടെ ഒരു വിഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണാലിറ്റി സൃഷ്ടിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ മെഡിറ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ധ്യാനം നിങ്ങളുടെ എൻവിറോൺമെൻറ്റിൽ നിന്ന് വേർതിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുക. പുറം ലോകത്തെ ആ ഒരു സ്റ്റിമുലേഷൻ നിങ്ങൾ കുറയ്ക്കുക. ശരീരത്തോട് പറയുക, ഇവിടെ ഇരിക്കൂ. ശരീരത്തിൻ്റെ പഴയ വികാരങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ആ ഒരു പ്രസൻറ്റ് അവസ്ഥയിലേക്ക്, ഇപ്പോഴത്തുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ശരീരം മനസ്സല്ലെന്ന് ശരീരത്തെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വിൽ പവർ പ്രോഗ്രാമിനേക്കാൾ ശക്തമാവുന്നു. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും മാറിയിട്ട് നിങ്ങളുടെ വിൽ പവർ വളരെ ശക്തമാവുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരം അതിനെ കീഴടക്കണം. നിങ്ങളിൽ പുതിയൊരു എനർജി ഉണ്ടാകുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിതരാകുന്നു. നിങ്ങളൊരു പ്രോഗ്രാമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വീണ്ടും മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇന്ന് തന്നെ നിങ്ങൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറാനായിട്ട്, പുതിയൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആകുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ജൊഹാൻസ് ഹാർമണി സ്റ്റാർട്ട് ചെയ്യുന്ന മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകൂ. ഈ ഒരു ജൊഹാൻസ് ഹാർമണി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കാണിക്കുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൽ മെമ്പർഷിപ്പായി അബണ്ടൻസ് എൻട്രിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കൂ. നമുക്ക് ഒരു പുതിയ തുടക്കത്തിന്, പുതിയൊരു മാറ്റത്തിന് നമുക്ക് തയ്യാറാവാം. താങ്ക് യു യൂണിവേഴ്സ്.